ദിശ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കുന്നത് NTPCയുടെ PYQ ആണ്. PYQ തന്നെ ഹിസ്റ്ററിയിൽ റിനൈസൻസ് ആണ്, മോഡേൺ ഇന്ത്യയിലെ റിനൈസൻസ് ആണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോ ക്രിസ്മസ് ആണ്, ന്യൂ ഇയർ ആണ്, എല്ലാവർക്കും ആഘോഷിക്കാനൊക്കെ ഒരുപാട് സമയം ആവശ്യമുള്ള ടൈമാണ്. അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ ഫുള്ള് പഠിത്തമൊക്കെ കളഞ്ഞിട്ട് പോകാതെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ച് അതിന്റെ കൂടെ വേണം എന്താണ് സെലിബ്രേഷൻസ് കൂടി കൊണ്ടുപോകാനായിട്ട് കേട്ടോ. അപ്പോൾ PYQ സെക്ഷൻസ് നിങ്ങൾ മാക്സിമം കണ്ട് അതെങ്കിലും ചെയ്യാനായിട്ടുള്ളത്, അതിൽ നിന്ന് അറിയാത്ത പോർഷൻസ് നോട്ട് ചെയ്ത് വെക്കുക, അറിയുന്ന പോർഷൻസ് നമ്മൾ എഴുതിയതിന്റെ കൂടെ നോട്ട്സ് ആഡ് ചെയ്ത് വെക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോവാം കേട്ടോ. അപ്പൊ നമുക്ക് പരീക്ഷ ഇങ്ങ് വരും, സെലിബ്രേഷൻസ് ഒക്കെ നടക്കും, പരീക്ഷ പക്ഷേ വരേണ്ട സമയത്ത് വരും കേട്ടോ. അതുകൊണ്ട് പഠിച്ചിട്ട് വേണം എന്തിനും പോകാനായിട്ട്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് NTPCയുടെ PYQ ആണ്, ഹിസ്റ്ററിയിൽ തന്നെ റിനൈസൻസ് സെപ്പറേറ്റ് പോർഷൻ എടുത്തിട്ടുണ്ട്. റിനൈസൻസ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്താലോ? ഞാൻ റിനൈസൻസിന്റെ ഫസ്റ്റ് പോർഷൻ ആണ് കേട്ടോ ഇത്. റിനൈസൻസ് നമ്മൾ കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കും, കാരണം എടുത്തിട്ടും ക്വസ്റ്റ്യൻസ് തീരുന്നില്ല. റിനൈസൻസ് അത്രയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ആദ്യത്തെ ആ ഒരു രാജാറാം മോഹൻ റോയിയുടെ പോർഷനിൽ നിന്ന് തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ്, അതുപോലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ നീണ്ടു പോവാണ്. അതുകൊണ്ട് നമുക്ക് റിനൈസൻസിന്റെ ഫസ്റ്റ് പോർഷൻ ആണിത്. അടുത്ത പോർഷൻ ഇത് അടുത്ത ഏതെങ്കിലും ഒരു ക്ലാസ് നമ്മൾ അത് കണ്ടിന്യൂ ചെയ്യും കേട്ടോ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. Who was the founder of ആത്മീയ സഭ എന്നാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. Who was the founder of ആത്മീയ സഭ? ആത്മീയ സഭയെ പറ്റി കേട്ടിട്ടുണ്ടോ? ഓപ്ഷനിൽ സ്വാമി ദയാനന്ദ സരസ്വതി ഉണ്ട്, സ്വാമി വിവേകാനന്ദനുണ്ട്, ശ്രീരാമകൃഷ്ണ പരമഹംസറുണ്ട്, രാജാറാം മോഹൻ റോയ് ഉണ്ട്. ഇവരെല്ലാം എന്തുണ്ട്, ഓരോരോ സഭകളും ഓരോരോ സംഘടനകളും ഒക്കെ രൂപീകരിച്ചിട്ടുണ്ട്. എന്താണ്, വെൽ നോൺ റിനൈസൻസ് ലീഡേഴ്സ് ആണ് അല്ലെ. അപ്പൊ ഇതിന്റെ ആൻസർ ഒരുവിധപ്പെട്ട എല്ലാവർക്കും അറിയാം. രാജാറാം മോഹൻ റോയ് ആണ് ആത്മീയ സഭ സ്ഥാപിക്കുന്നത്. ആത്മീയ സഭ സ്ഥാപിക്കുന്നത് ആരാണ്? രാജാറാം മോഹൻ റോയ് ആണെന്ന് ഓർത്തു വെച്ചേക്ക. ആത്മീയ സഭയാണ് അദ്ദേഹം സ്ഥാപിക്കുന്ന ആദ്യത്തെ സംഘടന. സമൂഹത്തിന്റെ ഒരു അപ്പർ മിഡിൽ ക്ലാസ് ആൾക്കാർക്ക് കുറെയൊക്കെ ഇദ്ദേഹം പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കി. മിഡിൽ ക്ലാസ് ആൾക്കാർക്കും മനസ്സിലായി എന്താണ് ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് അറിയാമോ? നമ്മുടെ രാജ്യത്ത് നമ്മൾ ആചാരങ്ങൾ എന്ന് കരുതി ചെയ്തുകൊണ്ടിരിക്കുന്ന പലതും ദുരാചാരങ്ങളാണ്. ഇതൊന്നും ഈ പറയുന്ന വേദങ്ങളിലോ ഉപനിഷത്തുകളിലോ ഒന്നും പറഞ്ഞിട്ടില്ല. ഇന്ത്യയിൽ എന്ത് വേണം, വെസ്റ്റേൺ എഡ്യൂക്കേഷൻ കൂടുതലായിട്ട് കൊണ്ടുവരണം, ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ നടത്തണം, പെൺകുട്ടികൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കണം, ഈ പറയുന്ന സതി, വിഡോ റീമാരേജ് അനുവദിക്കാതിരിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട, വിവാഹം, ഇതൊന്നും ശരിയായിട്ടുള്ള കാര്യങ്ങളല്ലെന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ നമുക്കിപ്പോ ദുരാചാരം അന്നത്തെ ആചാരമാണ്. അപ്പൊ പലരും ഇയാൾ എന്താണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നമ്മൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നത് വേണ്ടെന്നോ, ആ ഒരു കാഴ്ചപ്പാടിലേക്കാണ് എല്ലാവരും പോയത് കേട്ടോ. അപ്പൊ ആത്മീയ സഭ കൊണ്ടുവരുന്നത് രാജാറാം മോഹൻ റോയ് ആണ്. നിങ്ങൾക്ക് ഓപ്ഷനിൽ 1815 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 1815 ക്ലിക്ക് ചെയ്യാം. 1814 ചില എന്താണ് മെറ്റീരിയൽസിൽ കൊടുത്തിട്ടുണ്ട്. 1815, 14 രണ്ടും കൂടി ഓപ്ഷനിൽ വരില്ല, ഇതിൽ ഏതെങ്കിലും ഒന്നേ വരുള്ളൂ. അപ്പൊ 15 ഉണ്ടെങ്കിൽ നിങ്ങൾ 15 കൊടുക്കുക കേട്ടോ. 14 ഉണ്ടെങ്കിൽ 14. ഇപ്പൊ പ്രോപ്പർലി എല്ലായിടത്തും 15 എന്ന് തന്നെ പറയുന്നുണ്ട്. പഴയ കുറെ പുസ്തകങ്ങളിൽ 14 പറയുന്നുണ്ട്. ഞാൻ ഓൾറെഡി ക്ലാസ്സിലും പറഞ്ഞാണ്. ഒരു ഇയർ 1814 പണ്ടൊക്കെ ആൻസർ ആയിട്ട് കൊടുത്തിട്ടുമുണ്ട്. സോ ആ 2 ഇയറും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ക്ലാസ്സിൽ. 15, 14. ഇപ്പൊ 15 നമ്മൾ നോക്കുമ്പോ കാണുന്നത്, പക്ഷെ 14 വന്നിട്ടുണ്ട് കേട്ടോ. സോ ആത്മീയ സഭയുടെ ഫൗണ്ടർ ആരാന്ന് ചോദിച്ചാൽ രാജാറാം മോഹൻ റോയ് ആണ്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ സംഘടനയാണ് കേട്ടോ. അദ്ദേഹത്തിന്റെ എന്നല്ല, നമ്മുടെ സോഷ്യൽ റിലീജിയസ് മൂവ്മെന്റ് വരുന്ന സമയത്ത് ആദ്യമായിട്ട് വരുന്ന ഒരു സംഘടനയാണ് ആത്മീയ സഭ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതേപോലെ അടുത്ത് തന്നെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ രാജാറാം മോഹൻ റോയ് വാസ് എ പ്രീകഴ്സർ ഇൻ സോഷ്യൽ റിലീജിയസ് റീഫോംസ് ഇൻ ബംഗാൾ? ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ ഞാനല്ലേ. ഓപ്ഷനിൽ ധർമ്മസഭ, ആത്മീയ സഭ, ബ്രഹ്മസമാജം, ആര്യസമാജം ഒക്കെ ഉണ്ട്. ആൻസർ വരുന്നത് ആത്മീയ സഭയാണ്. ആത്മീയ സഭ. ഇപ്പൊ രാജാറാം മോഹൻ റോയിനെ പറ്റി കേട്ടിട്ടുണ്ടോ? രാജാറാം മോഹൻ റോയ്, ഇദ്ദേഹത്തിന്റെ പേര് റാം മോഹൻ റോയ് എന്നാണ്. റാം മോഹൻ റോയ്. അപ്പൊ അദ്ദേഹത്തിന് രാജ എന്ന പദവി കൊടുത്തത് അക്ബർ ഷാ സെക്കൻഡ് ആണ്. അക്ബർ ഷാ സെക്കൻഡ് എന്ന് പറയുന്ന മുഗൾ രാജാവാണ് എന്ത് കൊടുക്കുന്നത്? റാം മോഹൻ റോയിക്ക് രാജ എന്ന് പറയുന്ന പട്ടം കൊടുക്കുന്നത്. ഇദ്ദേഹം ബംഗാളിലെ രാധാനഗറിൽ നിന്നുള്ള സോഷ്യൽ റിലീജിയസ് റീഫോമർ ആണ്. അതുപോലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ദിവാനായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള സോഷ്യൽ റിലീജിയസ് റീഫോമർ ആണ്. ഒരുപാട് ഭാഷകളിൽ പാണ്ഡിത്യം ഉണ്ടായിരുന്ന വ്യക്തിയാണ്. ബംഗാളി, പേർഷ്യൻ,
സാൻസ്ക്രിറ്റ് തുടങ്ങിയ എല്ലാ എല്ലാ ഭാഷകളും അതുപോലെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന എല്ലാ മതങ്ങളെ പറ്റിയും ഒരുപാട് പഠിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ് രാജാറാം മോഹൻ റോയി. ഇദ്ദേഹം സ്ഥാപിക്കുന്ന 2 സംഘടനകളാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഒന്ന് ആത്മീയ സഭ, 2 ബ്രഹ്മസമാജം. ഇതിന്റെ ആദ്യത്തെ പേര് ബ്രഹ്മസഭ എന്നായിരുന്നു. ബ്രഹ്മസഭ 1828 ബ്രഹ്മസഭ ഫോം ചെയ്യുന്നത്. 1829 അതിന്റെ പേര് ബ്രഹ്മസമാജം എന്നാക്കി മാറ്റുവാണ്. ഇന്ത്യയിൽ സതി നിരോധിക്കുന്നതിന് കാരണക്കാരനായിട്ടുള്ള വ്യക്തി ചോദിക്കുവാണെങ്കിൽ ആരാണ്? വില്യം ബെന്റിക്കാണ് 1829 സതി നിരോധിക്കുന്നത്. അതിന് കാരണക്കാരനായിട്ടുള്ളത് ആരാണ്? രാജാറാം മോഹൻ റോയി ആണ്. സംഘടന ബ്രഹ്മസമാജമാണ് കേട്ടോ. അപ്പൊ രാജാറാം മോഹൻ റോയിയെ പറ്റി എന്തൊക്കെ പഠിച്ചു നമ്മള്? ബംഗാളിലെ രാധാനഗറിൽ നിന്നുള്ള വ്യക്തിയാണ്. ബംഗാളിയാണ് അദ്ദേഹത്തിന്റെ നേറ്റീവ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. റാം മോഹൻ റോയ്ക്ക് രാജ എന്ന പദവി കൊടുത്തത് അക്ബർ ഷാ സെക്കൻഡ് ആണ്. മുഗൾ രാജാവായ അക്ബർ ഷാ സെക്കൻഡ് ആണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ദിവാനായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ 2 സംഘടനകളാണ് ആത്മീയ സഭയും ബ്രഹ്മസമാജവും. ബ്രഹ്മസഭ എന്നായിരുന്നു ബ്രഹ്മസമാജത്തിന്റെ ആദ്യത്തെ പേര്. 1828 ഫോം ചെയ്യുന്നത്. അത് ബ്രഹ്മസഭ എന്നാണ് ആദ്യത്തെ പേര്. ബ്രഹ്മസമാജമായിട്ട് മാറുന്നത് 1829 ഇന്ത്യയിൽ സതി നിരോധിക്കാൻ കാരണമായിട്ടുള്ള സംഘടനയാണ് ബ്രഹ്മസമാജം എന്ന് പറയുന്നത്. വ്യക്തിയാണ് രാജാറാം മോഹൻ റോയി എന്ന് പറയുന്നത്. അദ്ദേഹത്തെ പറ്റിയൊക്കെ ഒരുപാട് പഠിക്കാനുണ്ട്. നമ്മൾ ബേസിക്കലി അദ്ദേഹത്തെ പറ്റി മറ്റു കാര്യങ്ങളും റിനേസൻസ് റീഫോമേഴ്സിന്റെ കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് ക്ലാസ്സിൽ പഠിക്കും. അപ്പൊ ദിശയുടെ വക നിങ്ങൾക്ക് എല്ലാവർക്കും സ്പെഷ്യൽ ക്രിസ്മസ് ഗിഫ്റ്റ് ഉണ്ട്. NTPC CGL ഗ്രൂപ്പ് ഡി എല്ലാ കോഴ്സുകൾക്കും വളരെ കോഴ്സിന്റെ എല്ലാം റേറ്റ് കുറഞ്ഞിട്ടുണ്ട്, ഫീസ് കുറഞ്ഞിട്ടുണ്ട്. NTPC CGL ഗ്രൂപ്പ് ഡിക്കൊക്കെ ഡിസംബർ 22 തൊട്ട് ഡിസംബർ 25 വരെയാണ് നിങ്ങൾക്ക് ഓഫർ, സ്പെഷ്യൽ ഗിഫ്റ്റ് വാലിഡ് ആയിട്ടുള്ളത്. ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് അന്വേഷിച്ച് അതിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് പറ്റും കേട്ടോ. NTPCയുടെ കോഴ്സൊക്കെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് ക്ലാസ്സുകളൊക്കെ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വിഷയത്തിന്റെയും ബേസിക് ആയിട്ടുള്ള നല്ല ക്ലാസ്സുകളാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആവശ്യമുള്ളവർക്ക് ദിശ അക്കാഡമിയായിട്ട് കോൺടാക്ട് ചെയ്യാം. ആപ്പ് വഴി ക്ലാസ്സുകൾ ആക്സസ് ചെയ്യാം, വീട്ടിൽ ഇരുന്ന് തന്നെ പഠിക്കാം. ഓക്കെ, ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ദിശയുടെ ക്രിസ്മസ് ഗിഫ്റ്റ്, സ്പെഷ്യൽ ഗിഫ്റ്റ് എല്ലാവർക്കും വേണ്ടിയിട്ട് NTPC CGL ഗ്രൂപ്പ് ഡിക്ക് സ്പെഷ്യൽ ഫീ ആണ് ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. എല്ലാവരും പറ്റുന്നതും അവസരം പ്രയോജനപ്പെടുത്തി പഠിക്കാനായിട്ട് നോക്കുക. അടുത്ത വർഷത്തെ NTPC കയ്യിൽ വേണ്ടേ? അപ്പൊ അതിന് വേണ്ടിയിട്ട് കോഴ്സ് എടുക്കാൻ താല്പര്യമുള്ളവർ ഇതിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. വീണ്ടും നമ്മുടെ രാജാറാം മോഹൻ റോയിലോട്ട് തിരിച്ചു വന്നാലോ? Who immediately succeeded രാജാറാം മോഹൻ റോയി as leader of the ബ്രഹ്മസമാജ്? അപ്പൊ ബ്രഹ്മസമാജം രാജാറാം മോഹൻ റോയിക്ക് ശേഷം ആരാണ് നയിച്ചതെന്നാണ് ക്വസ്റ്റ്യൻ. രാജാറാം മോഹൻ റോയിയുടെ തൊട്ട് പിന്നിൽ ആരാണ് നയിച്ചതെന്നാണ് ക്വസ്റ്റ്യൻ. 1833 രാജാറാം മോഹൻ റോയി മരണപ്പെടുന്നത്. അതിനുശേഷം ബ്രഹ്മസമാജത്തിന്റെ നേതൃത്വ സ്ഥാനത്തേക്ക് വന്ന വ്യക്തികളാണ് ദേബേന്ദ്രനാഥ ടാഗോറും അതുപോലെ കേശവചന്ദ്ര സെന്നും കേട്ടോ. ദേബേന്ദ്രനാഥ ടാഗോറും കേശവചന്ദ്ര സെന്നും. അപ്പൊ ദേബേന്ദ്രനാഥ ടാഗോർ 1831 അദ്ദേഹത്തിന്റെ മരണശേഷം തൊട്ട് അടുത്തായിട്ട് ഇമ്മീഡിയറ്റ് ലീഡറായിട്ട് മാറുന്നത് ദേബേന്ദ്രനാഥ ടാഗോർ ആണ്. അതിനുശേഷം ഒരു 1857 ഒക്കെ ആയപ്പോഴത്തേക്കും കേശവചന്ദ്ര സെൻ വരുന്നുണ്ട്. ഇങ്ങനെ കേശവചന്ദ്ര സെന്നിനെ പിന്നീട് ദേബേന്ദ്രനാഥ ടാഗോർ ഇതിന്റെ തലപ്പത്തേക്കൊക്കെ ഇരുത്തുന്നു. 1866 ആയപ്പോഴത്തേക്കും കേശവചന്ദ്ര സെന്നും ദേബേന്ദ്രനാഥ ടാഗോറുടെ തെറ്റിപ്പിരിഞ്ഞ് ദേബേന്ദ്രനാഥ ടാഗോറിന്റെ സ്വന്തമായിട്ട് അടുത്ത ഒരു സഭ, കേശവചന്ദ്ര സെന്നിന്റെ ഒരു സഭ. ദേബേന്ദ്രനാഥ ടാഗോറിന്റെ ബ്രഹ്മസമാജത്തിന്റെ പേര് ആദി ബ്രഹ്മസമാജം. കേശവചന്ദ്ര സെന്നിന്റെ ആണെങ്കിൽ ഭാരതീയ ബ്രഹ്മസമാജം. ഓക്കെ, ഭാരതീയ ബ്രഹ്മസമാജം. അപ്പൊ 1833 അദ്ദേഹത്തിന്റെ മരണശേഷം ദേബേന്ദ്രനാഥ ടാഗോർ തലപ്പത്തിരിക്കുന്നു. അതിനുശേഷം 1857 ഒക്കെ ആകുമ്പോഴത്തേക്കും കേശവചന്ദ്ര സെൻ വരുന്നു. 1866 ഇവർ രണ്ടുപേരോട് തെറ്റിപ്പിരിയുന്നു. ബ്രഹ്മസമാജം രണ്ടായിട്ട് പിരിയുന്നു, ആദി ബ്രഹ്മസമാജം എന്നും ഭാരതീയ ബ്രഹ്മസമാജം എന്നും. അങ്ങനെ ഭാരതീയ ബ്രഹ്മസമാജത്തിന് നേതൃത്വം കൊടുക്കുന്നത് കേശവചന്ദ്ര സെന്നും ആദി ബ്രഹ്മസമാജത്തിന് നേതൃത്വം കൊടുക്കുന്നത് ദേബേന്ദ്രനാഥ ടാഗോറും. ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ രാജാറാം മോഹൻ റോയി ബ്രഹ്മസമാജ് ആരാണ് ലീഡ് ചെയ്തതെന്ന് ചോദിച്ചാൽ ദേബേന്ദ്രനാഥ ടാഗോർ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ദേബേന്ദ്രനാഥ ടാഗോർ. അദ്ദേഹത്തെ പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, രാമകൃഷ്ണ മിഷൻ വാസ് ഫൗണ്ടഡ് ഇൻ 1897 ബൈ ഹൂ? ആരാണ് രാമകൃഷ്ണ മിഷൻ ഫൗണ്ട് ചെയ്തതെന്നാണ് ക്വസ്റ്റ്യൻ. ഓൾറെഡി ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് പഠിക്കാൻ ഒരു പോയിന്റ് ഉണ്ട് കുഞ്ഞുങ്ങളെ. രാമകൃഷ്ണ മിഷൻ എന്നാണ് ഫൗണ്ട് ചെയ്തത്? 1897 അത് അപ്പൊ തന്നെ പഠിക്കാമല്ലോ. 1897 രാമകൃഷ്ണ മിഷൻ ഫൗണ്ട് ചെയ്തേക്കുന്നത്. ഓപ്ഷനിൽ സ്വാമി വിവേകാനന്ദൻ, ശ്രീരാമകൃഷ്ണ പരമഹംസർ, ദയാനന്ദ സരസ്വതി, MG റാനഡെ. ഓക്കെ, അപ്പൊ ഓപ്ഷനിൽ ഇത്രയുണ്ട്. ആൻസർ എന്താണ്? സ്വാമി വിവേകാനന്ദനാണ് രാമകൃഷ്ണ മിഷൻ ഫൗണ്ട് ചെയ്യുന്നത് 1897. അപ്പൊ അദ്ദേഹം ആരുടെ ഡിസിപ്ലിൻ ആയിരുന്നു? ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ പിൻഗാമിയാണ് അല്ലെ, അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ പാത പിന്തുടർന്ന വ്യക്തിയാണ്, അദ്ദേഹത്തിന്റെ ശിഷ്യൻ എന്നൊക്കെ പറയാം. അപ്പൊ ശ്രീരാമകൃഷ്ണ പരമഹംസർ എന്ന് പറയുന്ന അദ്ദേഹം എന്താ ഫോളോ ചെയ്തിരുന്നത് ആരാണ് ഫോളോ ചെയ്തത്? മെയിൻ ആയിട്ട് സ്വാമി വിവേകാനന്ദനാണ്. ഇദ്ദേഹത്തിന്റെ ആദർശങ്ങളോടൊക്കെ ഒരുപാട് താല്പര്യം തോന്നി അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ മരണശേഷമാണ് രാമകൃഷ്ണ മിഷൻ അടയാർ ആസ്ഥാനമാക്കി രാമകൃഷ്ണ മിഷൻ സ്ഥാപിക്കുന്നത്. 1897 ആരാണ്? സ്വാമി വിവേകാനന്ദനാണ്. രാമകൃഷ്ണ പരമഹംസരെ പറ്റിയൊക്കെ ഒരുപാട് പഠിക്കാനുണ്ട്. തൽക്കാലം സ്വാമി വിവേകാനന്ദനാണ് രാമകൃഷ്ണ മിഷൻ ഫൗണ്ട് ചെയ്യുന്നതെന്ന് ഓർത്ത് വെച്ചേക്ക. 1897 ഓർത്ത് വെച്ചേക്ക. അതിന്റെ ആസ്ഥാനം അടയാറാണെന്ന് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ പ്ലേഡ് എ മേജർ റോൾ ഇൻ ദ റിവൈവൽ ഓഫ് ഹിന്ദുയിസം ആൻഡ് ദ സ്പ്രെഡ് ഓഫ് ഹിസ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് അദ്വൈത വേദാന്ത നോൺ ആസ് നിയോ വേദാന്ത ഇൻ ദ വെസ്റ്റ്? വലിയ ക്വസ്റ്റ്യൻ ആണ് അല്ലെ. അപ്പൊ അദ്വൈത വേദാന്ത അല്ലെങ്കിൽ നിയോ വേദാന്ത ഒക്കെ സ്പ്രെഡ് ചെയ്തത് അദ്ദേഹം ആരുടെ ആണ്? ഈ ഒരു എന്താണ് ഐഡിയോളജി എന്നാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ. ജ്യോതിറാവ് ഫുലെ, ശ്രീരാമകൃഷ്ണ പരമഹംസ, ദയാനന്ദ സരസ്വതി, സ്വാമി വിവേകാനന്ദ. ആരാണ് ആൻസർ ആയിട്ട് വരുന്നത്? സ്വാമി വിവേകാനന്ദനാണ് അദ്വൈത വേദാന്ത എന്ന് പറയുന്ന കൺസെപ്റ്റിന്റെ കൺസെപ്റ്റ് കൊണ്ടുവന്നത്, അല്ലെങ്കിൽ നിയോ വേദാന്ത ഒക്കെ കൊണ്ടുവരുന്ന ആരാണ്? സ്വാമി വിവേകാനന്ദനാണെന്ന് ഓർത്തു വെച്ചേക്കോ. സ്വാമി വിവേകാനന്ദൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രാമകൃഷ്ണ മിഷൻ അദ്ദേഹമാണ് സ്ഥാപിക്കുന്നത്. അതുപോലെ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ മെയിൻ ശിഷ്യനായിരുന്നു സ്വാമി വിവേകാനന്ദൻ. 1893 ഇദ്ദേഹം അമേരിക്കയിൽ പോയിട്ട് ചിക്കാഗോയിൽ വെച്ചിട്ട് ഒരു സർവമത സമ്മേളനം, ചിക്കാഗോയിൽ സർവമത സമ്മേളനത്തിൽ പ്രസംഗിക്കുകയും ആ സമയത്ത് എല്ലാവരുടെയും വിചാരം, വെസ്റ്റിലൊക്കെ ഉള്ള എല്ലാവരുടെയും വിചാരം ഇന്ത്യ ഈ ഒരു റീജിയനിലുള്ളവർക്കൊക്കെ വളരെ വിദ്യാഭ്യാസം കുറവാണ്, അവർ പറയുന്നൊന്നും ശരിയല്ല, എല്ലാവർക്കും ഒരു പുച്ഛമാണ്. ആ സമയത്താണ് ഇദ്ദേഹം അവിടെ പോയി എല്ലാവരെയും എന്ത് ചെയ്യുന്നത്? അദ്ദേഹത്തിന്റെ അവിടെ ഇരുന്ന പ്രസംഗം കേട്ട എല്ലാവരുടെയും അദ്ദേഹത്തിന്റെ ശിഷ്യരാക്കിക്കൊണ്ട് തിരിച്ചു വരുന്നത്. 1893 ചിക്കാഗോയിൽ വെച്ച് അദ്ദേഹം ഈ ഒരു പ്രസംഗം നടത്തുന്നതിന് ശേഷം അദ്ദേഹം അവിടെ താമസിച്ച് പല സ്ഥലങ്ങളിലായിട്ട് പ്രസംഗങ്ങളൊക്കെ നടത്തി അവിടെ ആശ്രമങ്ങളൊക്കെ സ്ഥാപിച്ചതിന് ശേഷമാണ് അദ്ദേഹം തിരിച്ചു വരുന്നത്. തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് ശിഷ്യന്മാരുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ ശിഷ്യയാണ് സിസ്റ്റർ നിവേദിതേനെ ഓർത്തു വെച്ചേക്ക്. സിസ്റ്റർ നിവേദിത ആരുടെ ശിഷ്യയാണ്? നമ്മുടെ സ്വാമി വിവേകാനന്ദ. സ്വാമി വിവേകാനന്ദൻ ആരുടെ ശിഷ്യനാണ്? ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ശിഷ്യനാണെന്ന് ഓർത്തു വെച്ചേക്ക. അദ്വൈത വേദാന്ത ആരുടെ ഇന്റർപ്രിട്ടേഷൻ ആണ്? അല്ലെ നിയോ വേദാന്ത ആരുടെ ഇന്റർപ്രിട്ടേഷൻ ആണ്? സ്വാമി വിവേകാനന്ദന്റെ ഇന്റർപ്രിട്ടേഷൻ ആണെന്ന് ഓർത്തു വെച്ചേക്ക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഹു എമംഗ് ദ ഫോളോയിങ് വാസ് ദ ഫൗണ്ടർ ഓഫ് ദി ആര്യ സമാജ്? ആര്യ സമാജ് എന്നാണ് കേട്ടോ. ആര്യ സമാജ് സ്ഥാപിച്ച ആരെന്നാണ്? രാജാറാം മോഹൻ റോയ്, ശിവനാരായണൻ അഗ്നിഹോത്രി, ദയാനന്ദ സരസ്വതി, സ്വാമി വിവേകാനന്ദൻ. ആരാണ് ആര്യ സമാജ്? വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആര്യ സമാജ് ആരാണ് ഫോം ചെയ്യുന്നത്? ദയാനന്ദ സരസ്വതിയാണ് അല്ലെ. ദയാനന്ദ സരസ്വതിയാണ് ആര്യ സമാജത്തിന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത്. 1875 മുംബൈ, ബോംബെ, അന്നത്തെ ബോംബെ അല്ലെ, ഇപ്പൊ ബോംബെ ആസ്ഥാനമാക്കിയാണ് എന്ത് വരുന്നത്? ആര്യ സമാജം വരുന്നത്. ആര്യ സമാജം ആരാണ് സ്ഥാപിക്കുന്നത്? സ്വാമി ദയാനന്ദ സരസ്വതിയാണ് അല്ലെ. ഇന്ത്യയിലെ ഹിന്ദു മതത്തിന്റെ റീഫോർമേഷന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച വ്യക്തിയാണ് സ്വാമി ദയാനന്ദ സരസ്വതി എന്ന് പറയുന്ന സ്വാമി ദയാനന്ദ സരസ്വതി. ഇദ്ദേഹത്തിന്റെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു ബുക്ക് ഉണ്ട്. അതിന്റെ പേര് സത്യാർത്ഥ പ്രകാശം എന്നാണ്. സത്യാർത്ഥ
പ്രകാശം എന്ന് പറയുന്ന ബുക്ക് എഴുതിയത് ആരാണ്? ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. സത്യാർത്ഥ പ്രകാശം ദയാനന്ദ സരസ്വതിയാണ്. 1875 സത്യാർത്ഥ പ്രകാശം പബ്ലിഷ് ചെയ്യുന്നത്. ബൈബിൾ ഓഫ് ആര്യ സമാജം എന്നറിയപ്പെടുന്നത് സത്യാർത്ഥ പ്രകാശമാണ്. ബൈബിൾ ഓഫ് ആര്യ സമാജം എന്നറിയപ്പെടുന്നത് സത്യാർത്ഥ പ്രകാശമാണെന്ന് ഓർത്തു വെച്ചേക്കുക. ഇദ്ദേഹമാണ് ഇന്ത്യ ഫോർ ഇന്ത്യൻസ് എന്ന് പറയുന്ന മുദ്രാവാക്യം ആദ്യമായിട്ട്, സ്വരാജ്, അതുപോലെ ഇന്ത്യ ഫോർ ഇന്ത്യൻസ് എന്ന് പറയുന്ന മുദ്രാവാക്യം ആദ്യമായിട്ട് ഇന്ത്യക്കാർക്ക്, പിന്നീട് അത് ബാലഗംഗാധര തിലകാണ് ഏറ്റെടുത്ത് കൊണ്ടുവന്നത്. സ്വരാജ് ഇതൊക്കെ ആദ്യമായിട്ട് ഈ ഐഡിയ ഇന്ത്യക്കാർക്ക് കൊടുത്തത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? ദയാനന്ദ സരസ്വതിയാണെന്ന് ഓർത്തു വെച്ചേക്കുക. അതുപോലെ 1875 അദ്ദേഹം സ്ഥാപിക്കുന്ന സംഘടനയാണ് ആര്യ സമാജ് എന്ന് ഓർത്തു വെച്ചേക്കുക. അതുപോലെ ശുദ്ധി പ്രസ്ഥാനം, ശുദ്ധി മൂവ്മെന്റിന് നേതൃത്വം കൊടുത്ത ആരാണ്? സ്വാമി ദയാനന്ദ. എന്താ? ഹിന്ദു മതത്തിൽ നിന്നും വേർപിരിഞ്ഞ് മറ്റു മതത്തിലേക്ക് പോയ ചില ആൾക്കാരെ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് തുടങ്ങിയ ഒരു മൂവ്മെന്റ് ആണ് ശുദ്ധി മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഈ ശുദ്ധി മൂവ്മെന്റ് ആരാണ് കൊണ്ടുവന്നത്? ദയാനന്ദ സരസ്വതിയാണെന്ന് ഓർത്തു വെച്ചേക്കുക. അപ്പോ നമ്മുടെ സത്യാർത്ഥ പ്രകാശം എന്ന് പറയുന്ന ബുക്ക്, അത് ബൈബിൾ ഓഫ് ആര്യ സമാജം എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ അത് കൊണ്ടുവന്നത് ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ആര്യ സമാജം ഫോം ചെയ്തേക്കുന്നത് 1875 ബോംബെയിലാണ്. ബോംബെ ആസ്ഥാനമാക്കിയാണ് ആര്യ സമാജം ഫോം ചെയ്തേക്കുന്നത്. ഇന്ത്യ ഫോർ ഇന്ത്യൻസ്, സ്വരാജ്, ഈ പറയുന്ന കൺസെപ്റ്റ് ഒക്കെ നമുക്ക് കിട്ടിയത് എവിടുന്നാണ്? ദയാനന്ദ സരസ്വതി എന്നാണ് ഓർത്തിരിക്കുക. ഇനി ദയാനന്ദ സരസ്വതിയും എന്താണ് ആര്യ സമാജം ഒക്കെ കുറെ പഠിക്കാനായിട്ടുണ്ട്. അപ്പം ഈ തൽക്കാലം ഇത്രയും പോയിന്റ് പഠിച്ചു വെച്ചേക്കാം. അടുത്ത ദിവസം നോക്കിയേ. Who among the following social reformers wrote the book called ബർണോ പൊരിച്ചോയ്? ആരാണ് എഴുതിയെന്ന? ബർണോ പൊരിച്ചോയ് എന്നൊക്കെ വായിച്ചിട്ടുണ്ട്. ഇത് ഈ ബുക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മള് വേറെ എന്തോ മലയാളം പറയുന്നത് പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ബർണോ പൊരിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെയല്ല, ഈ ബുക്കാണ്. ഇതൊരു ബുക്കിന്റെ പേരാണ്. അത് ആരാണ് എഴുതിയെന്നാണ്. ഓപ്ഷനിൽ സ്വാമി വിവേകാനന്ദൻ, രാജാറാം മോഹൻ റോയ്, MG റാനഡെ, ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ. ഓക്കെ, അപ്പോ ഈ ബുക്ക് എഴുതിയത് ആരെന്ന് ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. റെയിൽവേക്കും NTP അതുപോലെ SSCക്കും ഒക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എഴുതിയത് ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ ആണ്. ബംഗാളി ഭാഷയിലാണ്. ബംഗാളി ഭാഷയിൽ എഴുതിയ അദ്ദേഹത്തിന്റെ ബുക്കാണ്. ഈശ്വർ ചന്ദ്ര വിദ്യാസാഗറിന്റെ ബുക്കാണ്. ഇന്ത്യയില് വിഡോ റീമാരേജ് ആക്ട് ഒക്കെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച വ്യക്തിയാണ് ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ബുക്കാണ് ബർണോ പൊരിച്ചോയ് എന്ന് പറയുന്ന ബുക്ക്. ബർണോ പൊരിച്ചോയ് എന്നൊക്കെ പറയുന്നത് ഇത് തന്നെ കേട്ടോ. ഈ സ്പെല്ലിംഗ് ഇങ്ങനെ എഴുതി വെച്ചേക്കാം. നമുക്ക് ബർണോ പൊരിച്ചോയ് എന്ന് പറയുന്ന ബുക്ക് എഴുതിയത് ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. ബംഗാളി ഭാഷയിലുള്ള ബുക്കാണ്. ബംഗാളിയാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. അടുത്ത ദിവസം നോക്കിയേ. ഹെൻറി ലൂയിസ് വിവിയൻ ഡെറോസിയോ വാസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് മൂവ്മെന്റ്? ഓക്കെ, ഏത് മൂവ്മെന്റുമായിട്ട് അസോസിയേറ്റ് ചെയ്താണ് ഹെൻറി ലൂയിസ് വിവിയൻ ഡെറോസിയോ അസോസിയേറ്റ് ചെയ്തേക്കുന്നതെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ ഓപ്ഷനിൽ യങ് ബംഗാൾ മൂവ്മെന്റ് ഉണ്ട്, ഭക്തി മൂവ്മെന്റ് ഉണ്ട്, ശുദ്ധി മൂവ്മെന്റ് ഉണ്ട്, നൺ ഓഫ് ദീസ് ഉണ്ട്. അപ്പൊ ഹെൻറി വിവിയൻ ഡെറോസിയോ ഇസ് അസോസിയേറ്റഡ് വിത്ത് യങ് ബംഗാൾ മൂവ്മെന്റ് കേട്ടോ. യങ് ബംഗാൾ മൂവ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്ത് ആരെന്ന് ചോദിച്ചാൽ ഹെൻറി വിവിയൻ ഡെറോസിയോ അല്ലെ ഹെൻറി ലൂയിസ് വിവിയൻ ഡെറോസിയോ ആണെന്ന് ഓർത്ത് വെച്ചേക്ക്. ഇദ്ദേഹത്തിന്റെ പിൻഗാമികളെ ഡെറോസിയന്മാർ എന്നാണ് വിളിക്കുന്നത്. ഡെറോസിയൻസ് എന്നാണ് വിളിക്കുന്നത്. ഹെൻറി ലൂയിസ് വിവിയൻ ഡെറോസിയോ വാസ് അസോസിയേറ്റഡ് വിത്ത് യങ് ബംഗാൾ മൂവ്മെന്റ്. ഭക്തി മൂവ്മെന്റ്, ശുദ്ധി മൂവ്മെന്റ് ഒക്കെ ഓപ്ഷൻ ഉണ്ട്. യങ് ബംഗാൾ മൂവ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്ത വ്യക്തിയാണ് ഹെൻറി വിവിയൻ ഡെറോസിയോ എന്ന് ഓർത്ത് വെച്ചേക്കുക. അദ്ദേഹത്തിന്റെ പിൻഗാമികളെ ഡെറോസിയൻസ് എന്നാണ് വിളിക്കുന്നത് കേട്ടോ. ഡെറോസിയൻസ്. അടുത്ത ദിവസത്തേക്ക് വിച്ച് സോഷ്യൽ റീഫോമർ ഫൗണ്ട് സത്യശോധക് സമാജ് ആരുടെ ആണെന്നാണ് ചോദിക്കുന്നത്. സത്യശോധക് സമാജ് ജ്യോതിറാവ് ഫുലെ ഉണ്ട്, രാജാറാം മോഹൻ റോയ് ഉണ്ട്, RD ബാനർജി ഉണ്ട്, GG ഭണ്ഡാർക്കർ എന്നൊക്കെ പറഞ്ഞ ഓപ്ഷനിൽ കുറെ പേര് കൊടുത്തിട്ടുണ്ട്. ആരുടെയാണ് സത്യശോധക് സമാജ് എന്നാണ് ക്വസ്റ്റ്യൻ. ആരുടെയാണ്? ജ്യോതിറാവ് ഫുലെയാണ് അല്ലെ. ജ്യോതിറാവ് ഫുലെയുടെയാണ് സത്യശോധക് സമാജ്. ഓർത്തു വെച്ചേക്കണേ. നമ്മളിപ്പോ കുറെ എണ്ണം പഠിച്ചില്ലേ? ഏതൊക്കെയാ പഠിച്ചേ? രാജാറാം മോഹൻ റോയുടെ 2 എണ്ണം പഠിച്ചു. ഒന്ന് ആത്മീയ സഭ, 2 എന്ന് പറയുന്നത് ബ്രഹ്മസമാജം പഠിച്ചു. രണ്ടാമത് നമ്മൾ എന്ത് പഠിച്ചു?
ഒന്ന്. ഇനി രണ്ടാമത് നമ്മൾ എന്താ പഠിച്ചത്? ദയാനന്ദ സരസ്വതിയുടെ പഠിച്ചല്ലേ? ദയാനന്ദ സരസ്വതിയുടെ ഏത് പഠിച്ചു? ആര്യ സമാജം പഠിച്ചു. ആര്യ സമാജം പഠിച്ചു. പിന്നെ മൂന്നാമത് നമ്മളെ രാമകൃഷ്ണ മിഷൻ ആരുടെയായിരുന്നു? സ്വാമി വിവേകാനന്ദൻ. വിവേകാനന്ദൻ ആരുടെയാണ്? ഏതാണ്? രാമകൃഷ്ണ മിഷൻ പഠിച്ചു. രാമകൃഷ്ണ മിഷൻ പഠിച്ചു അല്ലെ? പിന്നെ ഇപ്പൊ എന്താ പഠിച്ചത് നമ്മള്? സത്യശോധക് സമാജ്. നാലാമത് നമ്മൾ പഠിക്കുന്നു സത്യശോധക് സമാജ് ആരുടെയാണ്? ജ്യോതിറാവു ഫുലെ. ഓർത്തു വെച്ചേക്ക, ജ്യോതിറാവു ഫുലെയുടെയാണ് സത്യശോധക് സമാജ് എന്ന് ഓർത്തു വെച്ചേക്ക കേട്ടോ. ഇതെല്ലാം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാച്ച് ചെയ്യാൻ ഇത് ആരുടെയാണ് ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത്. കൂടുതലായിട്ടും ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് കൂടുതലും ഇങ്ങനെ തന്നെ ബൈഹാർട്ട് ചെയ്ത് പഠിക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം ഓരോരുത്തരെ പറ്റി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഹൂ സ്റ്റാർട്ടഡ് ദ മഹിളാ സേവാ മണ്ഡൽ ടു പ്രൊമോട്ട് വുമൻസ് റൈറ്റ്സ് ഇൻ 1852? നിങ്ങൾക്ക് 2-3 ക്വസ്റ്റ്യൻ അതിൽ നിന്ന് തന്നെ കിട്ടി. എന്താ? മഹിളാ സേവാ മണ്ഡൽ എന്തിനു വേണ്ടിയിട്ട് കൊണ്ടുവന്ന? ടു പ്രൊമോട്ട് വുമൻസ് റൈറ്റ്സ്. ആ ക്വസ്റ്റ്യൻ കിട്ടിയല്ലോ. ഏത് വർഷം? 1852. അപ്പൊ ഹൂ സ്റ്റാർട്ടഡ് മഹിളാ സേവാ മണ്ഡൽ ടു പ്രൊമോട്ട് വുമൻസ് റൈറ്റ്സ് ഇൻ 1852 എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷനിൽ ജ്യോതിറാവ് ഫുലെ, പണ്ഡിത രമാഭായി, സിസ്റ്റർ നിവേദിത, സാവിത്രിബായി ഫുലെ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആൻസർ എന്താ വരുന്നത്? സാവിത്രിബായി ഫുലെ ആണ് അല്ലെ? സാവിത്രിബായി ഫുലെ ആണ്. അപ്പൊ ജ്യോതിറാവ് ഫുലെയുടെ പത്നിയാണ് സാവിത്രിബായി ഫുലെ. നമുക്കറിയാം ഇവർ രണ്ടുപേരും കൂടിയാണ് ഈ ഒരുപാട് സ്ത്രീകൾക്ക് എന്താണ് പ്രൊട്ടക്ഷൻ ഹോംസ് അങ്ങനെ കുറെ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. വനിതാ വിദ്യാലയങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ മഹിളാ സേവാ മണ്ഡൽ അടുത്ത് നമ്മൾ പഠിക്കുന്ന ഏതാ? മഹിളാ സേവാ മണ്ഡൽ. ആരുടെയാ മഹിളാ സേവാ മണ്ഡൽ എന്ന് പറയുന്നത്? സാവിത്രി ഫുലെയാണ് കൊണ്ടുവന്ന ഓർത്തിരിയ. സിസ്റ്റർ നിവേദിത ഓൾറെഡി നേരത്തെ പറഞ്ഞല്ലേ, വിവേകാനന്ദന്റെ ശിഷ്യയാണ് കേട്ടോ. വിവേകാനന്ദന്റെ ഏറ്റവും പ്രൈം എന്താണ് ഡിസിപ്പിളിൽ ഒരാളാണ് സിസ്റ്റർ നിവേദിത എന്ന് പറയുന്നത്. ഓർത്തു വെച്ചേക്ക. ജ്യോതിറാവ് ഫുലെയുടെ ഭാര്യയാണ് സാവിത്രിബായി ഫുലെ. അവര് ആണ് എന്താണ് മഹിളാ സേവാ മണ്ഡൽ 1852 മഹിളാ സേവാ മണ്ഡൽ കൊണ്ടുവരുന്നത്. വുമൻസ് റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മഹിളാ സേവാ മണ്ഡൽ കൊണ്ടുവന്നത് ആരാണ്? സാവിത്രിബായി ഫുലെയാണ്. നമുക്ക് കുറെ ക്വസ്റ്റ്യൻസ് അങ്ങ് വർക്ക്ഔട്ട് ചെയ്യാം കേട്ടോ. ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ആത്മാറാം പാണ്ഡുരംഗ് ഇൻ ബോംബെ in 1867 was a movement for religious and social reform? ഒത്തിരി കാര്യങ്ങൾ അതിൽ നിന്ന് കിട്ടി. 1867 ഫോം ചെയ്ത ആത്മാറാം പാണ്ഡുരംഗ് ആണ്. അപ്പൊ ഏതാണ് ആ ഒരു സംഘടന? പ്രാർത്ഥനാ സമാജ്, ആര്യ സമാജ്, ബ്രഹ്മ സമാജ്, വേദ സമാജ്. ഓക്കെ, അപ്പൊ ഓപ്ഷനിൽ എന്താ? പ്രാർത്ഥനാ സമാജ് ആണ് അല്ലെ? പ്രാർത്ഥനാ സമാജ്. നമ്മൾ ഓൾറെഡി എക്സ്ട്രാ ഇപ്പൊ പഠിച്ച സത്യശോധക് സമാജ് പഠിച്ചു അല്ലെ? സത്യശോധക് സമാജ് ജ്യോതിറാവ് ഫുലെ പഠിച്ചായിരുന്നു അല്ലെ? ആത്മാറാം പാണ്ഡുരംഗ് അടുത്തൊരെണ്ണം പഠിക്കുകയാണ്. ആസ്ഥാനവും പഠിച്ചു. ആസ്ഥാനം എവിടെയാ? ബോംബെ ആസ്ഥാനമാക്കി ആത്മാറാം പാണ്ഡുരംഗ് കൊണ്ടുവരുന്നതാണ് ഏതെന്ന് പറയുന്നത്? 1867 കൊണ്ടുവരുന്നതാണ് ഏതെന്ന് പറയുന്നത്? പ്രാർത്ഥന സമാജ്. ഞാൻ ആദ്യമായിട്ടൊക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ അടുത്ത് പറഞ്ഞാൽ ഈ ആത്മാക്കളെ കാണുവാണെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കും. അപ്പൊ ആത്മാറാം പാണ്ഡുരംഗ് കൊണ്ടുവരുന്നതാണ് പ്രാർത്ഥനാ സമാജ്. അതാണ് നമ്മുടെ ഒരു കീ എന്നൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതിപ്പോ ഏകദേശം നിങ്ങൾ ബേസിക് ഉള്ളവർക്കാണ് ഇതൊന്നും കുഴപ്പമില്ല, കേട്ടിട്ടുള്ളതായിരിക്കും. ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്താൽ മാത്രം മതി. നമ്മൾ പഠിച്ച ഏതൊക്കെയാണ്? ആത്മാറാം പാണ്ഡുരംഗ്, പ്രാർത്ഥനാ സമാജം, ബോംബെ 1867. ഓൾറെഡി ക്വസ്റ്റ്യൻ തന്നെ കിട്ടി കുറെ പോയിന്റ് അല്ലേ? അപ്പൊ അതുകൊണ്ട് ബോംബെ 1867, ആത്മാറാം പാണ്ഡുരംഗ്, പ്രാർത്ഥനാ സമാജ്. ഓക്കെ, ബ്രഹ്മ സമാജ് പഠിച്ചു നമ്മൾ ഓൾറെഡി. ആര്യ സമാജം ഒക്കെ നമ്മൾ പഠിച്ചു. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് തീരുമ്പോൾ നിങ്ങളുടെ ഈ കുറെ സമാജങ്ങളും അതിന്റെ ആൾക്കാരും കുറച്ച് സ്ഥലങ്ങളും വർഷങ്ങളും ഒക്കെ ഉണ്ടായിരിക്കണം. അത്രേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പൊ ഇത്രയാണ് നിങ്ങൾക്ക് ഇന്ന് തരാനായിട്ട് ഉദ്ദേശിച്ച ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. മെയിൻ ആയിട്ടും നമ്മൾ ആര്യ സമാജം, ബ്രഹ്മ സമാജവും അതുപോലെ കുറെ സമാജങ്ങൾ, അതിന്റെ ആൾക്കാര്, അതിന്റെ വർഷങ്ങളൊക്കെയാണ് നമ്മളിപ്പോ പഠിച്ചത്. അത്യാവശ്യം ഇത്രയും പോയിന്റ്സ് നിങ്ങൾ വൃത്തിയായിട്ട് പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, അതുപോലെ നമ്മുടെ ക്രിസ്മസ് ഓഫറിനെ പറ്റിയൊക്കെ ഓർക്കുക. ക്രിസ്മസ് എല്ലാവരും നല്ല സന്തോഷമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുക. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്, അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. അതിൻ്റെ കൂടെ ഹാപ്പി ലേണിംഗ്. എല്ലാവരും നന്നായിട്ട് പഠിക്കാനും കൂടെ ശ്രമിക്കുക. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഓൾ.